ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. നല്ല ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ചക്ക മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചക്ക വരട്ടിയതാണേ. അപ്പോൾ ചക്കയൊക്കെ നല്ലപോലെ കുരുവും ചുവണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഓവർ പഴുപ്പായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വെച്ച് ഒരു വിസിലടിപ്പിച്ചാൽ നമ്മളെ ചക്ക ഇതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് വെന്ത ചക്കയെ മാറ്റിയിടാം. ഒരു ട്രിപ്പും കൂടെ നമുക്ക് ചക്ക വേവിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ഞാൻ ആ രണ്ടാം ട്രിപ്പ് ചക്കയും കൂടെ വേവിച്ചെടുക്കുകയാണ്. അതിൽ ഒരല്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഈ വേവിച്ചെടുത്ത നല്ല പോലെ പഴുത്ത ചക്കയാണെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ വേവിച്ച ചക്കയാണ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഉരുളിയിൽ കുറച്ച് ഒഴിച്ചിരുന്നു. കാരണം ഞാൻ കുക്കറിൽ ഉറുമ്പ് വരണ്ടാന്ന് കരുതി നമ്മൾ കുക്കറിൽ തലേ ദിവസം അടച്ചു വെച്ചതാണ്. ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു വന്നിരുന്നു കുക്കറിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉരുളിയിട്ട് കുറച്ച് മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണിപ്പോൾ ചക്ക വരട്ടി ഉണ്ടാക്കുന്നത്. വിറകടുപ്പുള്ളവർ വിറകടുപ്പ് തന്നെ ഉപയോഗിക്കുക. നമുക്ക് ചക്ക വരട്ടി ഉണ്ടാക്കാൻ ഗ്യാസ് മുതലാവില്ല. നമ്മൾ സാധാരണക്കാർക്ക് ഒരുപാട് സമയം നമ്മൾ അതിനടുത്ത് ടൈമും നമുക്ക് സ്പെൻഡ് ചെയ്യണം. നമ്മളെ ഗ്യാസും തീർന്നു പോകും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഞാൻ വിറകൊക്കെ നല്ലപോലെ കത്തുന്നുണ്ട്. നമുക്കിത് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം 2-3 ദിവസങ്ങളെടുത്തിട്ടാണ് ഞാൻ ചക്ക വരട്ടി ഉണ്ടാക്കൽ. ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് കുറേ സമയം ആവശ്യമായി വരും ഇതിന് കൂടെ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ 2-3 ദിവസം ചോറൊക്കെ ആയതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുത്ത് പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ ചോറൊക്കെ ആയതിന് ശേഷം അടുപ്പത്ത് വീണ്ടും നമ്മൾ വെച്ച് കൊടുത്ത് അങ്ങനെ ഇളക്കിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ അതേ ചക്കയൊക്കെ അവിടെ കിടന്ന് വെന്ത് നല്ലപോലെ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായ മധുരത്തിനുള്ള ശർക്കര കൂടെ നമുക്ക് ഉരുക്കിയെടുക്കാം. ചക്ക മധുരമുള്ളതുകൊണ്ട് ഒരുപാടായിട്ട് നമ്മൾ ശർക്കര ഒന്നും ആവശ്യമില്ല. പാകത്തിന് മാത്രം മധുരം ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നേരെ ശർക്കര ഉരുക്കിയത് കല്ലൊക്കെ കളഞ്ഞ് നല്ല ശർക്കരനെ ഒഴിച്ചു കൊടുക്കണേ. അരിച്ച് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കളറൊക്കെ മാറി നമ്മളെ ചക്ക വന്നിട്ടുണ്ട്. എത്ര ചക്ക ഉണ്ടായിരുന്നാലേ ഉള്ളി നിറയെ. ഇപ്പോൾ അതേതുണ്ടോ എത്രയോ കുറവായി. നമ്മളെ കൈക്ക് ഒരു നല്ല പണിയാണ്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കൈവേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടോ നല്ല പോലെ ഇളക്കുക. കണ്ടോ ഇതിപ്പോൾ ഞാൻ 2ാമത്തെ ദിവസത്തെയാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ ചക്ക വരട്ടി മാറിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ അരിപ്പൊടിയോ ഒന്നും ചേർക്കില്ല. ഇങ്ങനെയാണ് വരട്ടി വയ്ക്കൽ. കാരണം ഞാൻ ചില വീഡിയോസിലൊക്കെ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണേ. ഇതേ അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം ആകുമ്പോഴേക്കും അടുത്ത ദിവസമായിട്ടുണ്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇതിനെ വരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം മാത്രം ഒരു കുപ്പിയിലേക്കിട്ട് നേരം പോലെ നമുക്ക് നല്ലപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുത്ത പാടെ എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ നല്ല ഒരുപാട് ഉറുമ്പ് വന്ന് മൂടാൻ ചാൻസ് ഉണ്ട്. ഇത് ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബോട്ടിലുള്ളവർ അത് തന്നെ യൂസ് ചെയ്താൽ നല്ലതാണ്. നമുക്കിനി സ്പൂൺ വെച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇത് എത്ര 1 വർഷം മേലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയേ. അപ്പോൾ ഇതുപോലെ മുകളിൽ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് വയ്ക്കുക. നമ്മൾ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ നാടൻ വിഭവങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഓക്കെ, താങ്ക് യു, ബായ്.